ഹലോ, ചാറ്റോ വിത്ത് അനല. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വരുന്ന വിഷുവിന് മുൻപ് നിങ്ങൾ എന്ത് ഹാപ്പി ന്യൂസാണ്, എന്ത് ശുഭവാർത്തയാണ് കേൾക്കാൻ പോകുന്നത് എന്നാണ്. നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് പൈൽ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഞാൻ കാർഡ്സ് ഷഫിൾ ചെയ്യാണ്. മെയിൻ ഗുഡ് ന്യൂസ് ദാറ്റ് ഇസ് കമ്മിങ്. ഏരിയ ഓഫ് ലൈഫ്. What triggers it? Who or what helps? What unexpected factor? Advice to receive it. Outcome or result. Cards reveal ചെയ്യാം. Queen of Swords, Knight of Swords, Eight of Swords, Sword energy ആണല്ലോ. 7 of Cups, 10 of Pentacles, Ace of Pentacles, 5 of Pentacles. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ മെയിൻ ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത് ക്വീൻ ഓഫ് സ്വേർഡ്സ് എനർജിയാണ്. അതായത് നിങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യം തീരുമാനിക്കാനുള്ള ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് സിറ്റുവേഷൻ ക്ലിയർ ആയിരുന്നില്ല. എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഇതുവരെ. അതിനൊരു ക്ലാരിറ്റിയാണ് വരുന്നത്. സത്യം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുകയാണ്. കാര്യങ്ങളുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള അവസരം വരുന്നുണ്ട്. ഇതല്ല എങ്കിൽ ഒരു ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, സത്യം എന്താണ് എന്നറിയാൻ തക്ക രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് നിങ്ങളിലേക്ക് ഉണ്ടാവുന്നതും ആകാം. അല്ലെങ്കിൽ നിങ്ങളൊരു കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വളർന്ന് എത്തുന്നതായിരിക്കാം. അതൊക്കെയാണ് ഈ ക്വീൻ ഓഫ് സ്വേർഡ്സ് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. അതായത് നിങ്ങളിലേക്ക് വരുന്നത് ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റിയാണ്. സത്യവും കൃത്യതയും വ്യക്തതയുമാണ് നിങ്ങളിലേക്ക് വരുന്ന വിഷുവിന് മുൻപ് വരാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. നമുക്കിവിടെ നൈറ്റ് ഓഫ് സ്വേർഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഒരു മെസ്സേജ്, ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു കോള് ഒക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ആരോ ഒരാൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നുണ്ട്. ആ ആക്ഷൻ്റെ റിസൾട്ട് നിങ്ങളിലേക്കും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏത് ഏരിയ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അത് ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ആകാം. ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള സിറ്റുവേഷനോ എന്ത് വേണമെങ്കിലും ആവാം. നമുക്കത് ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എനിക്കിവിടെ. ഏതായാലും നിങ്ങളുമായിട്ട് അടുപ്പമുള്ള ഒരാൾ എന്തോ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാരിറ്റി വരുന്നത് എന്നാണ് എനിക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിൽ ഈ സിറ്റുവേഷൻ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നേരത്തെ വെച്ച് നോക്കുമ്പോഴേക്കും വളരെ പെട്ടെന്നുള്ള ഒരു സഡൻ ചേഞ്ചാണ് ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഇനി ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ തന്നെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ ഒഴിവാക്കുമ്പോഴാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ എന്തെങ്കിലും പേടിയോ സെൽഫ് ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിച്ച് കളയുമ്പോഴാണ് ഈ ചേഞ്ച് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പവർഫുള്ളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ നിമിഷം, അപ്പോഴാണ് യൂണിവേഴ്സ് ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് കൊണ്ടുതരാൻ പോകുന്നത്. നിങ്ങൾ ഈ സിറ്റുവേഷനെ എങ്ങനെ കാണുന്നു എന്ന രീതി മാറ്റുമ്പോഴും നിങ്ങൾക്കിത് പ്രതീക്ഷിക്കാം. അതായത് ഇതുവരെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന പോലെയല്ല, ഇതിനെ മറ്റൊരു ആംഗിളിൽ നിന്നും കൂടി നോക്കിക്കാണാം എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു ടൈം നിങ്ങൾ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങളുടെ ഈ ഒരു ക്ലാരിറ്റി തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിയാലിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുമെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി എന്ത് അൺഎക്സ്പെക്റ്റഡ് ഫാക്ടറാണ് നിങ്ങൾക്കിത് കൊണ്ടുതരാൻ പോകുന്നത്, എന്ത് സർപ്രൈസാണ് നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻഡ്ലെസ് പോസിബിലിറ്റീസാണ്. നിങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതൽ ഓപ്ഷൻസാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിന്നുള്ള ഒരു പക്ഷേ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ആർ കമ്മിങ്. വിചാരിക്കാത്ത രീതിയിലുള്ള അവസരങ്ങൾ, ഓപ്ഷനുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാതകൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പണായിട്ട് വരുന്നതായിരിക്കാം. ശരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പോലും നിങ്ങൾക്ക് അറിയാത്ത കുറേ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ ഈ വിഷുവിന് മുമ്പ് പ്രതീക്ഷിക്കേണ്ടത്. സോ ബി പ്രിപ്പയർഡ് ടു ആക്സെപ്റ്റ് പോസിബിലിറ്റീസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ എനർജി.
ഇനി ഇതാരാണ് ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും തന്നെ ആവാനാണ് കൂടുതൽ സാധ്യത. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ നിങ്ങൾക്ക് ഒരു ഫാമിലി പോലെ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ മാനസികമായിട്ട് അടുപ്പമുള്ള ഫാമിലിയെ പോലെ തന്നെ നമുക്ക് അടുപ്പവും സ്നേഹവുമുള്ള ഒരാളുടെ ഭാഗത്തു നിന്നായിരിക്കും ഈ ഒരു ആക്ഷൻ പെട്ടെന്നുണ്ടാകുന്ന ഈ ചേഞ്ച് സംഭവിക്കാനുള്ള ഒരു തുടക്കമാകുന്നത് ആ ഒരു ആളിൽ നിന്നായിരിക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ നിന്നൊരു ഹെൽപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഡ്വൈസോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യതയുണ്ട്. ഒരു ലോങ് ടേം സെക്യൂരിറ്റിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത്. ബുദ്ധിപൂർവ്വം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സൈനാണ്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ നിന്ന് നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യുക? പ്രാക്ടിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഒരു ജോബ് ഓഫർ വരികയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ളത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഒരു ലോങ് ടേം അബൻഡൻസ്, ലോങ് ടേമിൽ നിങ്ങൾക്ക് എന്താണോ ബെനിഫിറ്റ് ആവുന്നത് ആ ഓപ്ഷൻ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ എന്നുള്ള ഒരു അഡ്വൈസാണ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ചേഞ്ചിൻ്റെ ഔട്ട്കം എന്തായിരിക്കുമെന്ന് നോക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങൾ ഒരു ഡിഫിക്കൽട്ട് പീരിയഡ് നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളിൽ നിന്നും ഉള്ള ഒരു കരകയറലാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം കൊണ്ട് കിട്ടാൻ പോകുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സ്ട്രഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ആണെങ്കിൽ അതിനൊരു മാറ്റം വരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം. നിങ്ങൾ എന്തെങ്കിലും അസുഖങ്ങളിലെ കൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ അത് ഒന്ന് ബെറ്റർ ആവാനുള്ള ഒരു അവസരമാണ് വരുന്നത്. നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്, നിങ്ങളുടെ വേദനകൾ കാണാൻ ആളുണ്ട് എന്നുള്ള ഒരു തോന്നൽ, ഒരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് വരികയാണ്. ഇല്ലായ്മയിൽ നിന്നും ഒരു സമൃദ്ധിയിലേക്കുള്ള ഒരു പാത നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ ഇതൊരു വലിയ സംഭവമാകണമെന്നില്ല, ചെറുതാണെങ്കിലും പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ എനർജി ഹൈ ആവുന്നതിനനുസരിച്ചിട്ട് നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസും അതേ അളവിൽ കൂടി കിട്ടും എന്നാണ് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓവറോളായിട്ട് പറയാനാണെങ്കിൽ ഈ വിഷുവിന് മുമ്പ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ട്രൂത്താണ്, ഒരു ക്ലാരിറ്റിയാണ്, ഒരു കമ്മ്യൂണിക്കേഷനാണ്. കാര്യങ്ങൾ വ്യക്തതയോടുകൂടി കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫ് ഡൗട്ട്, നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മ ഒക്കെ ഒന്ന് മാറ്റിവെക്കുക. എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് എത്തുക. ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫാമിലി പോലെ നിങ്ങൾക്ക് അടുപ്പമുള്ള ഒരിടത്തു നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് വരുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുന്ന ഈ ഓപ്ഷൻസിന് നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാൻ. കുറേ നാളുകളായിട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു ഇല്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു അബണ്ടൻസിലേക്കുള്ള ഒരു വഴിയാണ് തുറക്കാൻ പോകുന്നത്. ഐ എം ഹാപ്പി ഫോർ യു. മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പോസിറ്റീവ് ഫീൽ തരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു. ഹലോ, നമുക്ക് ഫയൽ നമ്പർ 2 റീഡിങ്ങിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിഷുവിന് മുൻപ് നിങ്ങളിലേക്ക് വരുന്ന ഒരു ഹാപ്പി ന്യൂസ്, എന്ത് ശുഭവാർത്തയാണ് നിങ്ങളിലേക്ക് വരുന്നത് വിഷുവിന് മുൻപ് എന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാർഡ്സ് ഷഫിൾ ചെയ്യാം. Blessing, the area of life, what triggers it, what unexpected factor, who or what helps, advice to receive it, what will be the outcome of this. Cards reveal yam. Knight of Pentacles, 9 of Wands, 9 of Pentacles, Page of Cups, Queen of Cups, Knight of Wands, 7 of Cups. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് മെയിൻ ബ്ലെസ്സിങ് ആയിട്ട് വരുന്ന നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ ആണ്. അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സ്ഥിരതയുള്ള ഒരു പുരോഗതി ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഈ കാർഡ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായേക്കാം. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി, ഇതുവരെ നിങ്ങൾക്ക് കിട്ടാതിരുന്ന ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവാം. ഇത് കുറച്ച് സ്ലോ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം പെട്ടെന്ന് നടക്കും എന്ന് വിചാരിക്കരുത്. ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു സ്ലോ മൂവിങ് കാണിക്കുന്ന കാർഡാണ്. പക്ഷേ
ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സ്റ്റേബിളായിരിക്കും. പതുക്കെയാണ് പ്രോഗ്രസ് ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അതാണ് നിങ്ങളിലേക്ക് വരുന്ന മെയിൻ ബ്ലെസ്സിങ്. ഓവർനൈറ്റ് സക്സസ് അല്ല, വളരെ പതുക്കെ നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. ഈ ഒരു മാസത്തിനുള്ളിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഉള്ള സ്ട്രഗിളിന് ശേഷം ആണ് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഒരു പക്ഷേ ചിലർക്കൊക്കെ ഒരു ടോക്സിക്കായ റിലേഷനിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഹാപ്പി ന്യൂസ് വരാൻ പോകുന്നത്. കുറേ ഇടയിലൂടെ ഇങ്ങനെ പുഷ് ചെയ്ത് കഷ്ടപ്പെട്ട് വിഷമിച്ച് ഒക്കെ നിങ്ങൾ ടയേർഡായിട്ടുണ്ടാവാം. ആ ഒരു അവസരത്തിലാണ് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഈ ഒരു ഹാപ്പി ന്യൂസ് കൊണ്ടുതരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാം, ഒക്കെ എനിക്ക് മതിയായി, ഇത് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്ന നിമിഷത്തിലാണ് നിങ്ങൾക്കിത് വരാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം. നിങ്ങൾ ഇത്രയും നാളും പിടിച്ചു നിന്നു, അതിനുള്ള റിവാർഡായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് തരുന്നത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും നിങ്ങൾ അത് ഗിവ് അപ്പ് ചെയ്യാതെ പിടിച്ചു നിന്നു, അതിനുള്ള റിവാർഡാണ് നിങ്ങളിലേക്ക് വരുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ സമയത്ത് പേഴ്സണൽ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു, റിലേഷൻഷിപ്പിലൊക്കെ പെട്ട ആളുകളാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ടോക്സിക് റിലേഷനുകളിൽ നിന്ന് പുറത്തു വന്ന് സ്വന്തമായിട്ട് അവനവൻ്റെ ഇഷ്ടത്തിന്, അവനവൻ്റെ സെൽഫ് ലവിൽ, അവനവൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഇമോഷണലിയും അല്ലാതെ ഫൈനാൻഷ്യലിയും ഒക്കെ സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ് ഇത്. ഇമോഷണൽ ഡിപ്പെൻഡൻസി ഇല്ലാതെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഇല്ലാതെ സ്വന്തമായിട്ട് ഞാൻ മതി, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എന്ന് പറയാനുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം വിജയത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ എനർജി ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം വരുന്നുണ്ട്. അപ്പോഴാണ് ഈ അനുഗ്രഹം നിങ്ങളിലേക്ക് യൂണിവേഴ്സായിട്ട് എത്തിച്ചു തരാൻ പോകുന്നത്. ജോബ് സിറ്റുവേഷനിലാണെങ്കിൽ തന്നെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള വർക്ക് എൻവയൺമെൻറ്റിലൊക്കെ ഉള്ള ആളുകൾ ഒരുപക്ഷെ ജോലി ക്വിറ്റ് ചെയ്യാൻ, മാറിപ്പോകാനൊക്കെ ശ്രമിക്കുന്ന ഒരു സമയമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഇതിലൊരു സർപ്രൈസിങ് എലമെൻറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ പേജ് ഓഫ് കപ്സ് ആണ്. ആരോ ഒരാൾ നിങ്ങളോട് അവരുടെ ജെനുവിൻ ഫീലിങ്സ് തുറന്ന് പറയുന്നുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺവെർസേഷനുകൾക്കൊക്കെ അവർ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട്. നിങ്ങളെ വിഷമിപ്പിച്ചതിന് അവർക്ക് സങ്കടമുണ്ട്, വിഷമമുണ്ട് എന്ന് അവർ തുറന്ന് പറയുന്നു. ചില നേരത്തെ ഉണ്ടായിട്ടുള്ള മുറിവുകൾ, ബന്ധത്തിലുണ്ടായിട്ടുള്ള വിള്ളലുകൾ ഒക്കെ പാച്ചപ്പ് ആവാനുള്ള, ഹീലാവാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ സർപ്രൈസ് ആയിട്ട്, ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് വളരെ ജെൻറ്റിലായിട്ട്, വളരെ സോഫ്റ്റായിട്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഇത് നിങ്ങളുടെ ഇമോഷണൽ ഹീലിങ്ങിന് കാരണമാകും. ഇത് നിങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ ഒരു സർപ്രൈസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഇനി നമുക്ക് ആരുടെ ഭാഗത്തു നിന്നാണ് ഒരു ഹെൽപ്പ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ക്വീൻ ഓഫ് കപ്സ് ആണ്. അത് മോസ്റ്റ് പ്രോബബ്ലി അതൊരു സ്ത്രീ ആയിരിക്കാം. വളരെ നർച്ചറിങ് ആയിട്ടുള്ള, കെയറിങ് ആയിട്ടുള്ള, നമ്മളുടെ ഫീലിങ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനെയുള്ള ഒരു ലേഡിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫ്രണ്ടോ ഒരു മെൻറ്ററോ ഒക്കെ ആയിരിക്കാം. വളരെ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള, സപ്പോർട്ടീവായിട്ടുള്ള, വളരെ വാം എനർജിയുള്ള അങ്ങനത്തെ ഒരാളിൽ നിന്ന്, ഒരു ലേഡിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വരുന്നുണ്ട്. ഒരു അഡ്വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ ആ ഒരു ഹെൽപ്പ് വരുന്നുണ്ട് നിങ്ങൾക്ക്. അത് ശരിയായ തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് അവരുടെ ആ ഒരു അഡ്വൈസ് സഹായകരമാകും എന്നാണ് കാണുന്നത്. യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയിലേക്ക് വരാനാണ്. അതായത് നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഇത് തന്നെയാണോ ചെയ്യേണ്ടത്? അത് എല്ലാ ദിവസവും നിങ്ങൾക്കൊരു കണ്ടിന്യൂസ് പാഷനൊന്നും തോന്നുന്നുണ്ടാവില്ല. പക്ഷേ ഹോൾഡ് ഓൺ ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾ ഇത് ശരിയാകുമോ എന്നൊക്കെ ഓർത്ത് പേടിക്കാതെ കോൺഫിഡൻ്റ് ആയിട്ട് ആ ഓപ്പർച്യൂണിറ്റിയെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ്, നിങ്ങളുടെ പാഷനെ ഫോക്കസ് ചെയ്യുക. ബോൾഡായിട്ട് നിൽക്കാനുള്ള ഒരു അഡ്വൈസാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്കം എന്ന് നോക്കാം. മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസാണ്. ഈ കാർഡ് നമുക്ക് കഴിഞ്ഞ റീഡിലും വന്നിട്ടുണ്ടായിരുന്നു. പൈൽ 1ൻ്റെ റീഡിങ്ങിലും നമുക്ക് 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ടായിരുന്നു.
ഒരുപാട് ചോയ്സ് വരുന്നുണ്ട്. ലവ് ലൈഫിൽ, നിങ്ങളുടെ വർക്ക് എൻവയൺമെൻറ്റിൽ ഒക്കെ നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഏതാണ് ശരിക്കും ചൂസ് ചെയ്യേണ്ടത്, അത് നമ്മൾ ഈ ആളുടെ അഡ്വൈസ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞു, ആ അഡ്വൈസ് നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് എൻ്റെ ഇൻറ്റ്യൂഷൻ പറയുന്നത്, എൻ്റെ റിയൽ പാഷനുമായിട്ട് അലൈൻ ചെയ്യുന്നത് ഏത് ഓപ്പർച്യൂണിറ്റിയാണ്, അത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക, അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു അഡ്വൈസായിട്ട് പറയാനുള്ളത്. പോസിറ്റീവ് എനർജിയാണ്, വളരെ സട്ടിൽ, സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ ആയിട്ടുള്ള എനർജിയാണ്, ഒരു വാംത്ത് ഉള്ള എനർജിയാണ്. ഐ എം ഹാപ്പി ഫോർ യു. ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഫീൽ തന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോ റീഡിംഗ് കൂടാതെ നമ്മൾ ഓറ റീഡിംഗ്, റേക്കി ഹീലിംഗ്, ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് എന്നീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക, നമുക്ക് സംസാരിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.